ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ അച്ഛൻ ചന്തയിൽ പോയതും അയിലക്കുഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി വെച്ചേക്കും. അപ്പോൾ ഞാനത് കറി വെക്കാൻ പോവാണ്. കറി വെക്കുന്നതിലോട്ട് പോകും. ഫസ്റ്റ് തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു, അത് കത്തിച്ച് വെച്ചായിരുന്നു. ചട്ടി തന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കുന്ന രീതി എല്ലാവരും വെക്കുന്നതൊക്കെ തന്നെ ഞാൻ വെക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ തന്നെ അതിനകത്ത് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാൻ അത്യാവശ്യം ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര എണ്ണയൊക്കെ ഒഴിക്കും. അങ്ങനെ ഇത്ര എണ്ണയൊക്കെ ഒഴിക്കും. എന്നിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കടുക് അതിലേക്ക് ഇടാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ ഗൈസ്. ഞാനിപ്പം അതിനകത്ത് കടുക് ഇടാൻ എടുക്കുവാണേ. നല്ലോണം ചൂടാവട്ടെ. ചൂടായി വരുന്നതേ ഉള്ളൂ ഗൈസ്. നല്ലോണമൊക്കെ ചൂടായി കഴിഞ്ഞിട്ടേ കടുക് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കടുക് പൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുമ്പ് ഞാനിവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. നമ്മൾ പുളി ഇടുമെങ്കിലും ഞാൻ മീൻകറിക്കകത്ത് തക്കാളിയും കൂടി ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ വെച്ചില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല. ഞാനതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറക്കാനും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ വറക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്നോട്ട് തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാണ്. അത് ഞാൻ പക്ഷേ പേസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അന്നേരം എടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് കടുക് ഇടുവാണ്. കടുകിട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ അതിനകത്ത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി അതിനകത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് കൂടാതെ തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പില സെപ്പറേറ്റ് ഇടും കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇടുവാണ്. ഉള്ളി ഇടുവാണ്. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. തീ ഒന്ന് കുറച്ച് വെച്ചാണ് ഗൈസ് ഇളക്കുന്നത്. വേണ്ട ഗൈസ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, അത് ശരിയാവും. പിന്നെ ഞാനും ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ തീയാണേലും ഇവിടെ തീ കുറച്ച് വെച്ചേക്കുവാണ്. അത് മൂക്കട്ടെ ഗൈസ് നന്നായിട്ട്. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്ത് പൊടികൾ ഇടത്തുള്ളൂ. അതിൻ്റെ പൊടികൾ ഇടുന്നതിന് മുമ്പ് ഞാൻ തക്കാളിക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കും. ആ തക്കാളിക്കയും ചേർത്ത് കഴിഞ്ഞ് അതും ഒന്നിട്ട് സെറ്റാക്കും. ഉള്ളി അങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഗൈസ്. പിന്നെ തക്കാളിക്ക് അതേണ്ട ഗൈസ്. ഞാനാണ് ഇത്രയും ആയി കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇതാണ് തക്കാളിക്ക് ഒന്ന് ഇടാൻ പോവാണ്. ഏകദേശം അത്ര ആയി കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളിക്ക് ഇടാൻ പോവാണ്. ഇത്രയും തക്കാളിക്കും കൂടി ഇട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. സാധാരണ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴാണ് ഗൈസ് എപ്പോഴും മീൻ കറി വെക്കുന്നത്. രാവിലെ ആണെങ്കിലും തലേദിവസം മീൻ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലത്തേക്കും കൂടി കറി കാണുമായിരിക്കും. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഈ സമയം ആകുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് കാക്കനാട് ചന്തയിൽ നിന്ന് പോയി മീൻ മേടിച്ചുകൊണ്ട് വരുന്നത്. അച്ഛനോ അല്ലെങ്കിൽ ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചന്തയിൽ നിന്ന് കയറിയങ്ങ് മേടിച്ചുകൊണ്ട് വരും. മിക്കപ്പോഴും വൈകുന്നേരം ഇവിടെ കറി വെക്കുന്നത്. രാവിലെ ചോറൊക്കെ കൊണ്ടുപോകണ്ടേ, അന്നേരം നമ്മൾ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കും കൂടി അത് കൊടുത്ത് വിടാൻ കാണും. ഉച്ചക്കത്തേക്കുള്ള കറി കാണും. പിന്നെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒഴിച്ച് കൂട്ടാനൊക്കെ കറിയോ തോരനോ ഒക്കെ അല്ലാതെ അന്നേരം വെക്കും. ഞാനിത് സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് ഗൈസ്. ഞാൻ പൊടികളൊന്നും മുളക് പൊടി മാത്രമേ ഞാൻ കുറച്ച് കൂടുതലിടും. ബാക്കി പൊടികളൊന്നും ഞാൻ അങ്ങനെ അധികം ഒന്നും ചേർക്കത്തില്ല. ഞാൻ വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലല്ലയോ മുളക് പൊടി ഇടുന്നത്, മല്ലിപ്പൊടി ഇടുന്നത്, പിന്നെ തക്കാളി ഇടുന്നത്. ചിലർ തക്കാളി ഇടത്തില്ല, പുളി മാത്രമേ ഇട്ട് വെക്കുന്നവരും ഉള്ളൂ. ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇപ്പോഴേ ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്
ഒന്ന് ഇളക്കി കൊടുത്തിട്ടുവാണ്. പിന്നെ ഒരു മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ സ്വല്പം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം പുളി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയില്ലേ, ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കും. കാരണം ഈ മസാലയ്ക്കകത്തും കൂടി ആ പുളിയുടെയൊക്കെ അങ്ങ് ഇറങ്ങാൻ വേണ്ടി. ചിലർ മീൻ കറി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞ് പുളി ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴായിരിക്കും മീൻ ഇടുന്നത്. ഞാനും അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ മീൻ എടുത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ല. അപ്പം ഞാൻ എന്താ ഇവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ പുളി 3 കഷ്ണം പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ്. അത് നമ്മൾ അടുപ്പിൻ്റെ അവിടെ വെച്ച് ഉണക്കിയൊക്കെ എടുക്കത്തില്ല, അങ്ങനെ എണ്ണയും ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത പുളിയായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എന്താ പുളി ഇതിനകത്തിട്ടില്ല. ഒത്തിരി ആയിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല. അതും ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മിക്കുള്ളവരും ഒത്തിരി പേര് ചന്തയിൽ പോയി വൈകുന്നേരമൊക്കെ കറി വെക്കുന്നവർ കാണില്ലേ, അതോ രാവിലെ ആയിരിക്കും കൂടുതലും പേര് വെക്കുന്നല്ലേ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ഇടുവാണ്. ഞാൻ ഉലുവാപ്പൊടി ഇടുവാണ് ഗൈസ്. ഉലുവാപ്പൊടി ഇതാണ്ടേ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി പുറത്ത് വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടി വെച്ചായിരുന്നു. എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി എടുക്കട്ടെ ഗൈസ്. കല്ല് കരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. ഞാനിവിടെ മുളക് പൊടി എടുക്കുവാണ്. കല്ല് കരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കല്ലു തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കൊച്ചമ്മ മേലെ എഴുതിയിട്ട് കിടത്തിയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. ഇങ്ങനെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, കുത്തിവെപ്പ് ഉണ്ടായിരുന്നു. കുത്തിവെപ്പൊക്കെ വെച്ചിട്ട് വരുന്ന ആളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെയല്ല, ഞാൻ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് കൂപ്പിച്ചെടുക്കാം. ചട്ടിയിൽ അവിടെ ഇല്ല, വായി കഴിക്കേണ്ട കേട്ടോ. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയ്ക്കകത്തും കൂടി ഞാൻ ശാലം ഉപ്പിടുവേ. മസാലയ്ക്കകത്തും കൂടി ഞാൻ ശാലം ഉപ്പിടും. അത് അതൊക്കെ നന്നായിട്ട് മൂത്ത് വെക്കാം. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. സ്വല്പം വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഞാൻ അതിനകത്ത് ഒഴിക്കാൻ പറ്റുന്ന തിളയ്ക്കാനുണ്ട്. അങ്ങനെ കുറച്ച് അല്പം കൂടി ഇത്രയും വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് മീനിടാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിരിക്കുകയാണ്. തിളച്ചിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ ഇവിടെ ഞാൻ മീൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ എടുക്കാനുണ്ട്. ഈ മുളക് പൊടി ഇതിനകത്തായിട്ടുണ്ട് ഗൈസ്. ഞാൻ കഴുകി ഓൾറെഡി വെച്ചേക്കുമായിരുന്നു. മീൻ ഇതിനകത്തോട്ട് ഇടുവാണ്. അങ്ങനെ ഞാൻ ആ മീനെല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുത്തേക്കാം. ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി സാധാരണ ചില സമയത്ത് ഞാൻ ഇടും, കാരണം ഓൾറെഡി ഇപ്പോൾ അതിനകത്ത് നല്ല എരിവുണ്ട്. ഞാൻ അതുകൊണ്ട് കുരുമുളക് പൊടി വേറെ ചേർത്തിട്ടില്ല. നമുക്ക് ഇനി മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തീ ഒന്ന് കൂട്ടി ശകലം വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് അടച്ചു വെക്കാം, ഒന്ന് വേവട്ടെ. അടച്ചങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേനും നമുക്ക് ഇപ്പോഴത്തെ ഗ്യാസ് കത്തിച്ചിട്ട് മീൻ വറക്കാനുള്ളത് വെക്കാൻ ഭാവിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് മീൻ വറക്കാനുള്ളത് എൻ്റെ ഈ ഗ്യാസ് ഞാൻ ഗ്യാസ് കത്തിക്കുന്ന സാധനം എനിക്ക് തീർന്നു പോയി. അത് തീർന്നില്ല, കത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ തീപ്പട്ടി കൊണ്ടിട്ടാണ് കത്തിക്കുന്നത്. ഈശ്വര, തീപ്പട്ടി കത്തുന്നുമില്ല. എന്തോ നല്ല സമയം. ഇതിലേ തീ ചെറുതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എണ്ണയൊക്കെ ചൂടായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പം
ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ. ഞാൻ പുരട്ടി വെച്ച നല്ലോണം പുരട്ടി വെച്ചേക്കുമായിരുന്നു ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ നല്ലോണമൊക്കെ പുരട്ടുന്നുണ്ട്. മസാലയൊക്കെ ഒന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു ഗൈസ്, മീനിട്ട്. അത് ഞാൻ പുരട്ടുകയായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയതാണ്. അതെ, ഒന്നും കൂടി ഞാനത് മീനെല്ലാം നല്ല ഒന്നും കൂടി ഒന്ന് ഇളക്കി നല്ല സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് മീൻ കറി ഒന്നും കൂടി ഒന്ന് നോക്കുവാണേ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാനൊന്ന് അങ്ങനെ ചൊവ്വ ഇളക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ആക്കി ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. പൊടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും, ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ് ഗൈസ്, ഞാനിപ്പോൾ സ്വല്പം ഉപ്പ് ഇതിനകത്തോട്ട് ഇടുവാണ്. ഉപ്പിട്ടിട്ടുണ്ട്, ചാറിനകത്താണ് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒന്ന് അങ്ങനെ അടച്ച് വെക്കാം. പാൻ ഇവിടെ ചൂടായിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി അതിനകത്തോട്ട് എണ്ണ വയ്ക്കുന്ന പരിപാടി ആരംഭിക്കും. അപ്പം ഞാൻ പാനിനകത്തോട്ട് എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് തീ കുറവായതുകൊണ്ട് പെയ്യെ കത്തി വരുത്തുള്ളൂ. എണ്ണ ചൂടാവാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുതിയൊരു ഗ്യാസിന് നമുക്ക് മേടിക്കണം ഇല്ലേ ചോദിച്ചേട്ടാ? അപ്പോൾ പുതിയൊരു ഗ്യാസ് ഞങ്ങൾക്ക് ഇവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഷെഡിനകത്താണ്, ഇപ്പോൾ ഷെഡിലോട്ടാണ് നമ്മൾ വീട് പണിയാണ്. നമ്മളിപ്പോൾ ഷെഡിലാണ് ഫുഡ് വെക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഗൈസ്. പെട്ടെന്ന് ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് ശരിയാവും. എല്ലാവരുടെയും പ്രാർത്ഥന വേണം പെട്ടെന്നെല്ലാം ശരിയാവാൻ വേണ്ടി. ഇത് നല്ലോണം എണ്ണ ചൂടായിട്ട്, അയ്യോ ഞാൻ ഒരു കാര്യം മറന്ന്, നമ്മുടെ മീൻകറിക്കകത്ത് ഞാൻ തിളച്ച് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ 2-3 കറിവേപ്പില എടുത്തതിനകത്തോട്ട് ഇടാൻ പോകാനൊക്കെ. കറിവേപ്പിലൊക്കെ പിന്നെ ഇവിടെ എടുത്ത് വെച്ചായിരുന്നു. അത് നമ്മൾ എടുത്ത് ഇവിടുന്ന് മാറ്റിയോ ഒന്ന് നോക്കട്ടെ. ചോദിച്ചു ഞാൻ കറിവേപ്പില പിന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കറിവേപ്പില ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില ഇടാൻ മറന്നു പോയായിരുന്നു. ഞാൻ 2-3 കറിവേപ്പില ഇടുവാണ്. ഇളച്ചിട്ടുണ്ട് കാരണം വലുതും ഇരുന്നോട്ടെ. നമ്മുടെ മീൻ വറക്കാനുള്ള എണ്ണ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മുടെ മീൻ വറക്കാനുള്ള എണ്ണ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് മീൻ വറക്കാം. അതിനും കറിവേപ്പില വേണമല്ലോ. ആദ്യം 2-3 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മീൻ വേണ്ട ഞാനിവിടെ ഇടാൻ പോവാണ്. ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഞങ്ങളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിഥികളല്ല, ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. അങ്ങോട്ട് ശ്രദ്ധ തിരിഞ്ഞാൽ അവരെന്നെ ഇട്ട് ചിരിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. മീന് അങ്ങനെ ഇത് എല്ലാം ഇടാം. ഇട്ടുകൊണ്ട് ഞാൻ ഈ മസാല മൊത്തം ഇട്ടിട്ടുണ്ട് ഗൈസ്. കാരണം മസാലയൊന്നും നമുക്ക് കളയാനില്ല. മുളക് പൊടിക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാത്തിനും ഇപ്പം വില കൂടുതൽ. ഞാനതുകൊണ്ട് മസാലയും കൂടി വേണ്ടത് ഇവിടെ അങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ മണ്ടിക്കും കൂടി നമുക്ക് 2 കറിവേപ്പില എടുത്ത് വിതറാം. അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഞാൻ കൈ ഒന്ന് കഴുകിക്കോട്ടെ ഗൈസ്. 1 മിനിറ്റ് ഞാൻ കൈ കഴുകിക്കോട്ടെ. അങ്ങനെ വേണ്ട
കറി നല്ലോണമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല, സ്വല്പം ചാറ് കൂട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. കാരണം നാളത്തേക്കും കൂടി നമുക്ക് എടുക്കണ്ടയാണ്. അതുകൊണ്ട് ഒത്തിരി ഇട്ട് ഞങ്ങൾ വറ്റിച്ചിട്ടില്ലേ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്, എന്നിട്ട് അടച്ച് വെക്കുവാണ് ഗൈസ്. അങ്ങനെ കറി വെന്തിരിക്കുന്നു. നമ്മുടെ മീനിനി മൂത്ത് വരണം. മൂത്തിട്ട് നമ്മൾ തിരിച്ചിടണം, അത് മൂക്കട്ടെ ഗൈസ്. അപ്പം നമ്മുടെ മീൻ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചിടാം. എൻ്റെ ദേഹത്തോട്ട് തെറിക്കുന്നുണ്ട് തീ, കുറച്ച് വെക്കുവാണ്. അപ്പം ഞാൻ ഗൈസ് വേണ്ട മീൻ വേണ്ട ഇതിങ്ങനെ തിരിച്ചിടുകയാണ്. തിരിച്ചിടുവാണ് ഗൈസ്. ഇവിടെ എണ്ണ നന്നായിട്ട് നമ്മുടെ ദേഹത്തോട്ട് തെറിക്കുന്നുണ്ട്. അത് ഞാൻ ഇച്ചിരി അകലം പാലിച്ചങ്ങ് തിരിച്ചിടുന്നത്. ഒരു മീൻ പൊടിഞ്ഞ് പോയിരിക്കുകയാണ് ഗൈസ്. അത് ഈ സൈഡിലത്തെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് ഗൈസ്. അത് ഈ അപ്പുറത്തെ 3 എണ്ണം ഒന്നും കൂടി ഒന്ന് മൂക്കാനുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയും കൂടി തിരിച്ചും മറിച്ച് വിട്ട് ഒന്നും കൂടി മൂപ്പിക്കാം. ഇവിടെ ഇരിക്കട്ടെ. എണ്ണ ഞാൻ ഇനി ഒഴിക്കുന്നില്ല, കാരണം ഈ എണ്ണ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും കൂടി ഞാൻ മൂപ്പിക്കട്ടെ. ഈ അങ്ങേ അറ്റിരിക്കുന്ന കണ്ടോ, ആ 4 മീൻ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ. നമുക്ക് തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ലോണമൊക്കെ സെറ്റായി വരും.